പോകുന്നത് തന്നെ ഈ ഒരു ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷനും പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിനാണ് പോകുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നത് സ്ത്രീകൾ അത് നോക്കി പോയി ചോദിച്ച് ജീവിച്ചുകൂടെന്നാണ് എന്റെ നിലപാടാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് എനിക്ക് പൈസയും വേണ്ട. നീ എന്റെ പൊന്നാര മോനാ. ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഇങ്ങനെ വാരി വെതറി തന്നുകൊണ്ടിരിക്കുകയാണ്. രേണു പറയുന്നതെല്ലാം നുണയാണെങ്കിലും കേട്ടിരിക്കാൻ രസമുണ്ട് കേട്ടോ. എന്നാലും ചിലർക്ക് സത്യങ്ങളുണ്ട് ഇല്ലെന്നല്ല, എന്നാലും കൂടുതലും പുള്ളിക്കാരി പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർ കൂടെ കേൾക്കുന്ന നമ്മൾ തന്നെ തല ഇങ്ങനെ മാതി പറിച്ചു പോകും. അതുപോലുള്ള ഇത് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നെയാണ് ലച്ചു രേണുവിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഇപ്പോഴും കിച്ചു ഒറ്റ ഒരു വീഡിയോ, ഞാൻ ഇപ്പോഴും എപ്പോഴും ഒരു വീഡിയോ പറഞ്ഞൊരു കാര്യമുണ്ട്, കിച്ചു ഒരു ഒറ്റ വീഡിയോ അങ്ങനെ ഇട്ടുള്ളൂ. പിന്നെ കിച്ചുവിന് അതിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണം കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യമോ ഒന്നും കിച്ചുവിന് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് എത്ര വീഡിയോ ചെയ്ത് രേണു ചെയ്തു, രേണുവിൻ്റെ ശിങ്കിടികൾ ചെയ്തു, വെളുപ്പിക്കലോട് വെളുപ്പിക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ വെളുപ്പിക്കാൻ ആരും നടക്കേണ്ട കാര്യമില്ല. കിച്ചു അങ്ങനെ പറഞ്ഞു. അവിടെ അവരത് സ്റ്റോപ്പ് ചെയ്ത് ഇല്ല, ഇവർക്ക് എന്തെങ്കിലും വന്ന് പറയാനുണ്ടെങ്കിൽ എന്നോട് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം അവനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ പറയാം എന്നാണ് കാരണമെന്ന് പറയാം എന്ന് പറഞ്ഞ ശേഷം അവർ നാട്ടിൽ വന്നതിന് ശേഷം ആ കൊച്ചിനെ പോയി കണ്ട് നീ എന്നത്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, ഏത് സത്യസന്ധമായിട്ടാണെങ്കിൽ ആ കൊച്ചു പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ രേണുവിൻ്റെ ഭാഗത്ത് അവർക്ക് ചോദിക്കായിരുന്നു. പക്ഷേ അവരത് ചോദിക്കാനും എടുക്കാൻ ഒന്നും നിന്നില്ല. പണ്ടാരണ്ട് പറയാം, വൈദ്യുതി കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നു. കാര്യം കിച്ചു എങ്ങനെയും ഒന്ന് അവിടെ നിന്ന് ഒഴിവായി പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇവരായിട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം വിഷയം ഉണ്ടാക്കുമെന്നറിയാം, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുമെന്നറിയാം. അതുകൊണ്ട് അവരെന്നെ ചെയ്തു, കിച്ചു തന്നെ എന്നതേലും ഏതാണ്ട് മന്ത്രം ചെയ്ത് വിട്ട മാതിരി ആയിപ്പോയി. കിച്ചു അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇനി കിച്ചു അങ്ങോട്ട് ചെന്ന് കയറത്തില്ലല്ലോ. ഇവരുടെ ഇടയിലേക്ക് ചെന്ന് കയറിയാൽ എന്നതാണ് സ്ഥിതി എന്നുള്ളത് രേണുവിൻ്റെ ഒരു സംസാരിതയും തന്നെ നമുക്ക് മനസ്സിലായി. എന്നാ വായും എന്നാ ബഹളവും, അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഈ കൊച്ചൊക്കെ ചെന്ന് പെട്ടാൽ പറപ്പിക്കും, റോക്കറ്റൊക്കെ കയറ്റി വിട്ട് കളയും. അപ്പം അതുകൊണ്ട് അതങ്ങ് പോയല്ലോ എന്നുള്ളൊരു സമാധാനത്തില്ല. വീടും മറ്റേ ഇതിനകത്ത് ആരാണ് കൊച്ചിങ്ങനെ പറഞ്ഞത്, പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കിടക്കുന്ന മാതിരി പൈസ കൊടുക്കണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് ഈ രേണുവിൻ്റെ ആ ഫാമിലിയുടെ ഒരു ധാരണ. എന്നിട്ട് അങ്ങ് വെളുപ്പിക്കലും കൊണ്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പം ഷെബീന ബിബി കൊച്ചിൻ്റെ DNA ടെസ്റ്റ് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രേണു തന്നെയാണ് ഇട്ട് കൊടുത്തത്. കുറേ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അങ്ങ് നിരത്തി. ഞാൻ ബിജുവിനെ കല്യാണം, ഫാസ്റ്റർ ബിജു ആരാൻ്റെ കല്യാണം കഴിച്ചു, സുധിച്ചേട്ടൻ എൻ്റെ കഴുത്തി താലി കെട്ടി, എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്, പിന്നെ എന്നതാ റിതപ്പൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്, മറ്റത് മറിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഓരോ രേഖകൾ അങ്ങ് എടുത്ത് കയറിയ. ഞാൻ പറ്റും ഇപ്പം ഞാനൊരു പ്രണയിച്ച് വിവാഹം കഴിച്ചു, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ രേഖകളൊന്നും എനിക്കാരെയും കാണിക്കേണ്ട കാര്യമില്ല, ഒരു മനുഷ്യരെയും കാണിക്കേണ്ട കാര്യമില്ല. എനിക്കത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എൻ്റെ രേഖ ഇരിപ്പുണ്ട്, എനിക്ക് അന്നേരം അതെടുത്ത് ആവശ്യം നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം എനിക്കത് കാണിച്ചാൽ മതി. അല്ലാതെ അയലൊക്കത്തുള്ളവരെല്ലാം ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതേണ്ട തെളിവ് എന്ന് നമുക്ക് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ അങ്ങനെ വിവാഹം കഴിച്ചാണ്. നമുക്ക് പിന്നെ അതിനപ്പുറം ഇനി ആരെന്നെ പറഞ്ഞ വിഷയമല്ല. അതിന് തിരിച്ച് മറുപടി കൊടുക്കേണ്ട കാര്യവും എനിക്കില്ല, അതിനെനിക്ക് കാര്യമേ ഇല്ല. കാര്യം നമ്മൾ അങ്ങനെ ഒരു കാര്യം മറുപടി കൊടുക്കാൻ പോകുമ്പോഴാണ് ഒരു കാര്യം പറയും വീണ്ടും അത് വെളുപ്പിക്കാൻ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരുന്നത്. ഇവർ ഈ 24 മണിക്കൂർ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 20 മുദ്രപത്രത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്ന് വധുവിൻ്റെ സ്ഥാനത്ത് വരൻ്റെ പേരും വരൻ്റെ സ്ഥാനത്ത് വധുവിൻ്റെ പേരും ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വന്നിച്ച് പറയും അദ്ദേഹം മനഃപൂർവ്വം ഇട്ട് കൊടുത്തതാണ്. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ മൊത്തം കാണിച്ചാണ് ഇവരൊരു ലോക പരാജയമായി മാറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ രേണു എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു കോമഡി പീസായിരിക്കുവാണ്. ഒരു വ്യക്തി എത്രമാത്രം മോശമാകാമോ അത്രയും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ഇവർ എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ പേരങ്ങ് ഇറങ്ങിയേക്കുവാണ്. RJ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ DNA ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി അവരുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും അമ്മയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരതിനപ്പുറം വന്നിച്ച് പറയത്തില്ലേ? ആരാണെങ്കിലും പറയും, പ്രത്യേകിച്ച് ഷെബീന ബിബി. അവരെടുത്തിട്ട് തോണ്ടാൻ ചെന്നാൽ അവർ മാളത്തിൽ ചെന്ന് തോണ്ടിയേച്ചേ വരത്തുള്ളൂ. അതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞമാരിട്ട് കാണിച്ച് ഇപ്പോൾ അവർ പറയുന്നതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. ഇപ്പോൾ ആകെപ്പാട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ DNA ടെസ്റ്റിൻ്റെ ഒരു കേസാണ് വന്നിരിക്കുന്നത്. കിച്ചുവിൻ്റെ വിഷയമല്ല ഇപ്പം അങ്ങനെ മാറ്റി വെച്ച് ഇപ്പോൾ കിച്ചു സ്വയം തീരുമാനത്തിൽ പറഞ്ഞു ഇപ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട്. ഷെബീന ബിബിയാണ് അത് ചെയ്ത് ഇത് ചെയ്ത് മാറ്റിയത്. അവരിങ്ങനെ ഒരുപാട് ഇപ്പോൾ അവരുടെ ദേഷ്യം ഇപ്പോൾ അവരും വിളിച്ച് പറഞ്ഞു. അത്രേ ഞാൻ ആ ഒരു കാര്യത്തിൽ കാണുന്നുള്ളൂ. നമ്മളെ ഒരുപാട് ചൊറിഞ്ഞു കഴിയുമ്പോൾ കരുപ്പ് വരുമ്പോൾ നമ്മളും തിരിച്ച് എന്നിലൊക്കെ പറഞ്ഞു പോകും. അതിലൊരു കഥയും കാണത്തില്ല. ഋതപ്പൻ സുധീയുടെ മോനല്ലാന്ന് കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ ഷെബീന ബിബിക്കും കാണുകയല്ല, ഉള്ള സത്യം പറയാം, അവർക്കും കാണുകയല്ല. പിന്നെ എന്നെ രേണു ചൊറിഞ്ഞു, രേണുവിനെ തിരിച്ചൊന്ന് ചൊറിയുന്നു. ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞാലല്ലേ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുള്ളൂ. അത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവർ ഈ ഷെബീന ബിബിയുടെ DNA ടെസ്റ്റ് തെളിയിക്കാം, ഞാൻ വരാം, മറ്റത് മറിച്ച് ഹനാൻ്റെ കേസിന് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുന്നത് കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഹനാൻ്റെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതല്ല, നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിടന്ന് ഡയലോഗ് അടിക്കുമ്പോൾ ഹനാനോട് ഈ ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, വ്ളോഗേഴ്സിനോടും കമൻറ്റ് ഇടുന്നവർക്കും ഒക്കെ നിങ്ങൾ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഹനാൻ എന്ന് പറയുന്ന പേര് മാത്രം വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് അങ്ങ് സ്വീറ്റായി പോകുന്നു കേട്ടോ.
എന്നാണ് ആർജലിച്ചുവിൻ്റെ ചോദ്യം അതതിനേക്കാൾ വലിയൊരു പാഴ്. സത്യം പറയാം, അയ്യോ ഇതിനെയൊക്കെ ഉണ്ടല്ലോ സമ്മതിക്കാം, ചേരുംപടി ചേരും, അത്രയേ ഉള്ളൂ. ഋതപ്പന്റെ പിതൃത്വം തെളിയിക്കണമെന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത്? അതായത് നിങ്ങൾക്കറിയാം, തീർത്ഥാടനം എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം ഋതപ്പൻ സുധിച്ചേട്ടന്റെ മകനാണോ എന്നുള്ള ഡൗട്ട് അവർക്കാണ്. ഓക്കെ, ശരി, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ള ആവശ്യമാണ്. അതെ, എനിക്കും അപ്പം അവർ പറയുന്ന ആവശ്യത്തിന് ഞാനും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ അവരുടെ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. സാധാരണ ഈ ബുദ്ധിയുള്ള ആർക്കും കണ്ടാൽ അറിയാം സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. പക്ഷെ കാരണം അത് അച്ചടിച്ച് വെച്ചേക്കണം. എന്റെ ഒരു ഷേപ്പും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. കളറും ഷേപ്പും എല്ലാം സുധിച്ചേട്ടന് കിട്ടിയ ഒരു കുട്ടിയാണ് ഋതപ്പൻ. അപ്പം ഇങ്ങനെ എന്താ പറയാ, പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരെ പറയുന്നത് ഓക്കെ ശരി, എല്ലാം ഞാൻ സഹിച്ചു. എന്റെ കൂടെയുള്ള എന്റെ മാനേജർ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലിജുവിനെ പോലും എത്ര പേരെ ഇവര് വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ ചേച്ചിയെ, ഹസ്ബൻഡിനെ, എന്റെ പപ്പായ, അമ്മ എല്ലാവരെയും പറയുന്നുണ്ട്. അതൊക്കെ പറയും. ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ വെച്ച് പറയാം, അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് പറയുന്ന ഇവരുടെ മനസ്സൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് എന്ത് ദുഷ്ടതരമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചുപോയി, കല്ലറ പൊളിച്ച് ഇവരുടെ ഇവരുടെ നേതൃത്വം ഇവർ ആരോടാണോ അനുവാദം മേടിക്കും, കോടതി പോവോ ഒപ്പിട്ട് മേടിക്കും, എന്തുവാകട്ടെ, ഇവർ കല്ലറ പൊളിച്ച് ഇവർ തന്നെ ഇവരുടെ ചെലവിൽ തന്നെ കല്ലറ പൊളിച്ച് സുധിച്ചേട്ടൻ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് കൊച്ചിന്റെ സുധിച്ചേട്ടൻ DNA ടെസ്റ്റ് ചെയ്ത് ഇവർ തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവർ നല്ല തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇവൾക്കാണല്ലോ ഭയങ്കര ആഗ്രഹം എന്റെ കൊച്ചിന്റെ പിതൃത്വം അന്വേഷിച്ച്, അവർ തെളിയിക്കട്ടെ. വേറെ വീഡിയോ വന്നിച്ച് പറയുന്നുണ്ട്, എനിക്കും അറിയണം, DNA ടെസ്റ്റ് നടത്തണം, ഋതപ്പൻ്റെ പിതൃത്വം എനിക്കും അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇവർക്ക് തന്നെ വിശ്വാസമില്ലേ? ഇത് ഞാൻ എന്താ പറയാനാ, ഞാൻ ഇമാതിരി വാക്കുകൾ പാവാ കൊച്ചു സത്യം പറയുമെങ്കിൽ സങ്കടം തോന്നും കേട്ടോ. അതിൻ്റെ ഈ DNA ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഈ പെണ്ണുപിള്ളാണ് ഇപ്പോൾ ഇത് ഭയങ്കരമാക്കിയാണ് കൊണ്ടു നടക്കുന്നത്. ഷെബീന ബീബി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇവരൊരു 100 വീഡിയോ ചെയ്ത ആ ഒരു DNA ആ കുഞ്ഞൊക്കെ വളർന്നു വരുമ്പോൾ എന്നാ അവസ്ഥയായിരിക്കും. ഇവർ തന്നെയാണ് അത് വീണ്ടും 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 ഓഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ DNA ടെസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ, ഇത് കൂടാതെ പുള്ളിക്കാരി വന്ന് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, അല്ലാതെ ഉള്ള മീഡിയക്കാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര എടുത്ത് ഈ DNA ടെസ്റ്റ് ഇത് സ്ട്രോങ് ആയിട്ട് നിന്ന് ഇത്രയും പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാം. ഇവർക്ക് തന്നെ അറിയാം അത് സുധീർ കൊച്ചാന്നറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുന്നത്. ഭയങ്കര ഒരു 1.5 വെല്ലുവിളിയാണ്. നാണമുണ്ടോ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ DNA ടെസ്റ്റ് നടത്താൻ വല്ലവരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതും വേണ്ട അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട്? ഇവർക്കറിയത്തില്ല അത് ഇവർ കുഞ്ഞാന്നുള്ളത്. വേറെ ആരും അതിനെ ഷെബീന ബീബിയെ ചൊറിയാൻ ചെന്നുകൊണ്ടാണ്. വേറെ ഒരു വ്ളോഗർമാരോ അല്ലെങ്കിൽ വേറെ ഒരു മനുഷ്യരോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുന്നവർ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവർ അതിന് മേലെ ചൊറിഞ്ഞപ്പോൾ അവരും അതിൻ്റെ മേലെ കയറി ഒന്ന് ചൊറിഞ്ഞു, അത്രയേ ഉള്ളൂ ഈ സംഭവം എന്ന് പറയാനായിട്ട്. അതിന് ഇവർ ഇതുപോലെ കിടന്ന് ഈ ഒരു DNA ടെസ്റ്റ് നാണമുണ്ട്. ഇവരൊരു അമ്മയാണോ സത്യം പറഞ്ഞാൽ? ആ കുഞ്ഞ് നാളെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് എത്രയാണെന്ന് ഇതൊക്കെ സോഷ്യൽ മീഡിയ കിടക്കുന്ന കാര്യങ്ങളാണ്, അവിടെ കിടക്കും. അതിന് നാണക്കേട് വരുത്തി വെക്കാൻ പറ്റിയൊരു തള്ളയാണിത്. അതുപോലെ ഇവരുടെ വേറൊരു കേസ് കിട്ടാണ് ഇപ്പോൾ ഈ DNA ടെസ്റ്റും. പിന്നെ ഇവർ ഒരു സ്ഥിരം ഒരു കേസ് കിട്ടണം മദ്യപാനം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ മദ്യപാനത്തെ പറ്റി ഒന്ന് മിണ്ടാതിരിക്കാമോ? ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിങ്ങൾ 2-3 വീഡിയോക്ക് എന്തെങ്കിലും വന്നിച്ചൊന്ന് പറ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ മദ്യപാനം ഇതുപോലെ പറഞ്ഞ് ജനങ്ങളിലേക്ക് കൊണ്ടുവരാതെ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു സ്ത്രീയല്ലേ, ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നിങ്ങൾ? ഇത് ഒരുമാതിരി തെരുവിൽ കൂടെ നടക്കുന്ന പെണ്ണുങ്ങൾ പറയുമല്ലോ ഇതുപോലെ മദ്യപാനത്തെ പറ്റി. നാണമുണ്ടോ ഇവർക്ക്? ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, അവസാനം ഞാൻ പറയാം. മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണോ ചേച്ചിനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. ആരാണ് മദ്യപിക്കാത്ത? ആരാണ്? വല്ലപ്പോഴും നമ്മളൊക്കെ കോട്ടയംകാരികളാണ്. നമ്മൾ വല്ലപ്പോഴും ക്രിസ്മസിനൊക്കെ ബിയർ അടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലും ബഹ്റിനിലും ഒക്കെ പോകുന്നത് തന്നെ ഈ ഒരു ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷനും പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നത് സത്യമാണ്. അതിനെന്താണ് പ്രശ്നം? ഞാൻ ഈ പറയുന്ന ഇവളുമാരുടെ കാശിനല്ലോ കഴിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും കഴിക്കും. അത് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. നമ്മുടെ സർക്കാർ തന്നെയല്ലേ നമുക്ക് ബിവറേജ് തുറന്നേക്കുന്നതും അല്ലേ ബാറിൽ. അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ആരുടെയും കടം മേടിച്ച് കഴിക്കാതിരുന്നാൽ മതി. നമ്മുടെ സ്വന്തം കാശിന് നമ്മൾ കഴിക്കുക. അതിനകത്ത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. ഇതിനകത്ത് ഇവർ ഒരു കാര്യം പറയുന്നത്, കോട്ടയംകാർ മുഴുവനും, നിങ്ങൾ ആരെങ്കിലും കോട്ടയംകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. കോട്ടയംകാർ മുഴുവനും കള്ളുടിയന്മാരാണോ? അച്ചായന്മാരാണോ? അല്ല അച്ചായത്തിമാരെല്ലാം? എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി അച്ചായന്മാർ ഇച്ചിരി കുടിക്കാൻ, പക്ഷെ കുടിക്കാത്ത ഒത്തിരിയും പേരുണ്ട്. ഈ മദ്യം അവരുടെ വീട്ടിൽ പുരുഷന്മാർ പോലും കഴിക്കാത്ത വീടുകളുണ്ട്. ഇവരെപ്പോഴും അടച്ച് പറഞ്ഞു ഇവർ കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവരെ മാത്രം സംബോധന ചെയ്ത് ഇവർ പറ. ഞാൻ കുടിക്കുന്നുണ്ട്. അച്ചായനും അച്ചായത്തിമാർ, ലോകത്തുള്ള മതങ്ങൾ മൊത്തം ഓടി നടക്കുന്ന ഇവളാണ് അച്ചായനെയും അച്ചായത്തെയും പറയാൻ നടക്കുന്നത്. ഇവർക്കൊക്കെ നാണമുണ്ടോ? എല്ലാ മതത്തിലും പുള്ളിക്കാരി വിളിച്ചെന്ന് കയറുന്നുണ്ട്. മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനി എന്നും പറഞ്ഞിട്ടുണ്ട്, ബെന്തിക്കോസ് എല്ലാ ഇതിലും ഉണ്ട് പുള്ളിക്കാരി. എന്നിട്ടാണ് ഈ അച്ചായന്മാരെ കുറ്റം പറയാൻ വന്നേക്കുന്നത്. ഞാനും ഒരു അച്ചായത്തി തന്നെയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത്. ഇവരെപ്പോഴും പറയുന്നുണ്ട് ഈ അച്ചായത്തികളെല്ലാം മദ്യപിക്കുന്നവരാന്ന്. എനിക്കറിയാൻ മേല. നിങ്ങൾ കോട്ടയംകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഈ കോട്ടയത്തുള്ളവർ മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള പെണ്ണുങ്ങൾ മദ്യപിക്കാറില്ലേ? എറണാകുളത്തുള്ള പെണ്ണുങ്ങൾ മദ്യപിക്കാറില്ലേ? കൊല്ലം, അത് എല്ലായിടത്തും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മദ്യപിക്കുന്നവർ. അത് അപൂർവങ്ങളിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവരാരെങ്കിലും വന്ന് സോഷ്യൽ മീഡിയ വിളിച്ച് പറഞ്ഞിട്ട് നടക്കുകയല്ല ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് എല്ലാവരും എതിർക്കുന്നത്. എനിക്കറിയാമല്ലോ ഇവർ ഏതാണ്ട് വലിയ ഹൈ ടീമാണെന്ന് അറിയിക്കുന്ന ഈ മദ്യപാനത്തിലൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ.
ബിവറേജ് തുറന്നു വെച്ചേക്കുന്നത് മദ്യപിക്കും. അവിടെ പോയി ഇനി ക്യൂ നിന്ന് അതും കൂടെ മേടിയില്ല. അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ നിങ്ങൾക്ക് ഇനി. അത് നിങ്ങൾ പോകുന്നൊരു സ്റ്റേജ് വരും. ഇങ്ങനെ കുടിച്ച് ലെക്കിട്ട് കഴിയുമ്പം അവിടെ ചെന്ന് ക്യൂ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥ വരും. അന്നേരം ആൾക്കാർ പിന്നെ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നാ കാണാൻ അതിനകത്ത് വന്നിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെന്നാ കാണാൻ നിങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഷബീന ബീബിയുടെ കാര്യം പറയുന്നുണ്ട്. ആർ.ജെ. ലച്ചുവിനെ വരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആർ.ജെ. ലച്ചുവിനെ മോശമായിട്ട് പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. എങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് അതൊരു ഇച്ചിരി കേട്ടതിന് ശേഷം നമുക്ക് ഇടാവേ. പ്രായപൂർത്തിയാവാത്തൊരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരെ പറയുന്നത് ഓക്കെ ശരി, എല്ലാം ഞാൻ സഹിച്ചു. എന്റെ കൂടെയുള്ള എന്റെ മാനേജർ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലച്ചുവിനെ പോലും എത്ര പേര് ഇവര് ഈ വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയും. ലച്ചുവിനെ പോലും ഈ വൃത്തിയുടെ സ്ത്രീ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ വേറൊരാളെ ഞാൻ കാണിക്കാവേ. അത് വൃത്തിയുടെ സ്ത്രീ ആണോ ഇല്ലയോ എന്ന് രേണു പറയുമോ ഇല്ലയോ എന്നൊന്ന് പറയണേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആടെ പേര് ആർ.ജെ. ലച്ചു എന്നാണ്. ഇപ്പോൾ ഈ രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആർ.ജെ. ലച്ചുവിനെ പറ്റി രേണുവിൻ്റെ ഭയങ്കര ബെസ്റ്റി ആയിട്ടുള്ള ദോസ്തായിട്ടുള്ള രേണുവിനെയൊക്കെ വെളുപ്പിക്കുന്ന 2 പേരുണ്ട്. ശ്രീതു, സജീനയാണ് പറഞ്ഞത്. ശ്രീതുവും പറഞ്ഞിട്ടുണ്ട് ശരിക്കും, പക്ഷെ സജീന പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഈ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കിട്ട് പണി തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ബ്ലോഗർമാർ പറയുന്നു, മറ്റവർ പറയുന്നതിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും നിങ്ങളുടെ കൂടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നതിനുമാണ് നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവ് തരുന്നത്. അത് ഞങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കേൾക്കാം കേട്ടോ. ആദ്യം ലച്ചുവിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. അന്തസ്സായിട്ട് മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നല്ല കാസ്റ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ആർ.ജെ. ലച്ചു, നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പണം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആർ.ജെ. ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല ഏപ്പണം പിടിക്കാനുള്ള എല്ലാവിധ കാലിബർ നിനക്കുണ്ട്. ആഹാ, എന്തൊരു സുഖം. മറ്റേ മോഹൻലാലും ശ്രീനിവാസന്റെ സിനിമയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ എന്നാ സുഖം എന്ന് പറയുന്നാൽ ഈ പറച്ചിൽ കേൾക്കാൻ എന്നാ സുഖം. വേറൊന്നും കൊണ്ടല്ല, ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന് ഈ മറ്റുള്ളവരെ മൊത്തം നെഗറ്റീവ് പറയാതിരിക്കുന്ന ഈ ആർ.ജെ. ലച്ചുവിനെ പറ്റിയാണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത്. ഇവർ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഈ യോജിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലുള്ള സീനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ സജീന ഇത്രയും വയലൻ്റ് ആയിട്ട് സജീനയുടെ കൈ വിട്ടുപോയി കിടന്ന് പറഞ്ഞൊരു കാര്യമാണിത്. ഇത് ഞാൻ ഒരിക്കലും കളയല്ല എൻ്റെ ഫോണിൽ നിന്ന്. കാര്യം എന്നാന്ന് വെച്ചാൽ പലപ്പോഴും എനിക്കത് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ അപ്പം ഈ ഒരു കാര്യമാണ് ഈ ആർ.ജെ. ലച്ചുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, നിങ്ങളുടെ കൂടെ ഉള്ളവരെ പറ്റി ഈ റിയാക്ഷൻ വീഡിയോക്കാരല്ല കൂടുതലും പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ് അവരെ പറ്റി പറയുന്നത്. പിന്നെ ഈ പണ്ടുള്ളവർ പറയും ചൊള്ളു കൊടുത്ത് ചൊള മേടിക്കുക എന്ന് പറയും. അതുതന്നെയാണ് ഈ പുള്ളിക്കാരുടെ പരിപാടി. ഈ ഇതിനകത്ത് ഈ ഷബീന ബീബി പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോൾ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. തീർത്താത്തക്ക് മാത്രമുള്ള റിപ്ലൈ ആണ്. തീർത്താത്തക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് പറയുമ്പോൾ രേണുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ നിങ്ങൾ? എത്ര ഹാപ്പി ആയിട്ടാണ് ഈ പറയുന്നത്. ഇതാണ് ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കാം, സത്യമില്ലായിരിക്കാം. പക്ഷേ ഈ കേൾക്കുന്ന ഉടനെ വന്ന് സോഷ്യൽ മീഡിയയിട്ട് വിളമ്പുമ്പം ഒന്ന് ചിന്തിക്കണം, ഇതുപോലെ തിരിച്ചൊരു വാക്ക് നമുക്ക് നേരം വരുമെന്ന്. ഇങ്ങനെ ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ഷബീന ബീബി പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടത്തി പ്രസവത്തിന് പോയപ്പോഴല്ലേ ഭർത്താവിനെ അടിച്ചേ, നീ നിന്റെ ചേട്ടത്തി ഭർത്താവിനെയും വീട്ടിൽ കൊണ്ട് നിർത്തി നിങ്ങൾ ഒന്നിച്ചവിടെ കാര്യങ്ങൾ നടത്തുമല്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചാൽ അവർ എന്നേലും പറയാൻ പറ്റുമോ? അങ്ങോട്ടൊരെണ്ണം പറഞ്ഞിട്ടല്ലേ അവർ തിരിച്ച് പറഞ്ഞത്? ഇല്ലേ? ഈ പറയുമ്പോൾ നമ്മളെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് വൃത്തികേട് പറയുമ്പോൾ നമ്മളും തിരിച്ച് പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ ഒരു കാര്യം ഇവർ ഇത്രയും പറഞ്ഞ് ഷബീന ബീബിയുടെ വായതും കേൾക്കാനുള്ള കേട്ടുവെച്ച് ഇവർ സോഷ്യൽ മീഡിയ വന്നിച്ച് പറയുന്ന ആ ഒരു പാവത്തം കളിച്ചുള്ള വർത്തമാനമുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴാണ് കുറേ ആൾക്കാർ ഇവരെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നത്. ഇത് കാണുമ്പോൾ ചിലർ പറയും, അയ്യോ പാവം, ഇതിനെ ഇങ്ങനെയൊക്കെയാണോ വേദനിപ്പിക്കുന്നത്, അയ്യോ അതൊരു വിധവയല്ലേ, കഷ്ടമുണ്ട്, ഭർത്താവ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും. ഇവർ ഈ പറഞ്ഞ വാക്കുകൾ ഇവരെങ്ങും പറയുന്നില്ല. പക്ഷെ ഇവരെ പറഞ്ഞത് ഇവർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പൊ തന്നെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് വരെ പറഞ്ഞൊപ്പിക്കുവാണ്. എനിക്ക് ഇതിനൊക്കെ ഒരു അവസാനം വേണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ? ബെസ്റ്റ്. അപ്പൊ അതാണ് മുഴുവൻ ട്രെൻഡിങ്ങിനായിട്ട് ഓടുന്ന പുള്ളിക്കാരി തീർത്താത്തയുടെ. കേട്ടല്ലോ, ഇവർ പറഞ്ഞു തൊട്ട് ഇവർ പറയുന്നുമില്ല. ഇവരെ ചുമ്മാ അവരങ്ങ് പറയുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവരാണ് ആദ്യം അവർ ഈ വർത്തമാനം പറഞ്ഞത്. അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞു. അതാ പറയുമ്പോൾ മുഖത്തെ പാവങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതിന് പകുതി ഒന്ന് ആ ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവർക്ക് ഓസ്കാർ കിട്ടുമായിരുന്നു, ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ഇവർ ജീവിതത്തിൽ ശരിക്കും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ആ പുരിയും ചുളുക്കാൻ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകും. നിങ്ങളുടെ നാക്ക് നിങ്ങൾ നിയന്ത്രിച്ചാൽ. ഇതിനല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും. നിങ്ങളുടെ നാക്ക് നിയന്ത്രിച്ചാൽ നിങ്ങൾ ആരും ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ നാക്കാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു ജുവലറി ഉദ്ഘാടനത്തിന് പോയതാണ്. അപ്പം അവിടെ ഒരു അടിപൊളി ഒരു പെങ്കുച്ച് കേട്ടോ, എന്തോ രസം കാണാനെന്ന് അറിയാവുന്നേ. എന്തോ രസം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കൊച്ചു പിള്ളേരെ കൊണ്ട് ഒരു ഭയങ്കര ഓമനത്തും തുളുമ്പുന്ന ഒരു മുഖമേ, അതുപോലെ നല്ല രസമുണ്ട്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ആ കാര്യം പറയവേ. അതെ, തീർച്ചയായിട്ടും കൂടിക്കൂടി വരുവാണ്. അതെ,
അതെന്താ രേണുവിന്റെ കാലിന് ഇത്ര പ്രത്യേകത? കമന്റ് വരുന്ന കോഴിക്കാലെന്നൊക്കെയാ വരുന്നത്. കമന്റ് വരുന്നത് അവന്മാർക്ക് എൻ്റെ അത്ര കാല് കിട്ടാത്തതിന്റെ അസൂയയാണ്, അസൂയയും കുശുമ്പുമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ? കാല എക്സ്ക്ലൂസീവ് ആയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി കൂടി വരുവാണോ? ഇതുപോലൊരു കാല് കിട്ടാത്തതിന്റെ അസൂയ എന്ന് പറഞ്ഞു. അതുപോലെ കാലെ കിടക്കുന്ന കാത്തള കണ്ടോ നിങ്ങൾ? അത് കഴിഞ്ഞ ദിവസം ഇവർ പോയി ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി അദ്ദേഹത്തിന്റെ ഭാര്യ കാലിലിടാൻ കൊടുത്താണ്, ഷൂട്ടിങ്ങിന് വേണ്ടി ഇടാൻ വേണ്ടി കൊടുത്തതെന്ന് പറഞ്ഞു. ആ സാധനം ഇട്ടാണ് കിടക്കുന്നത്. ഇപ്പം എനിക്ക് ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മുട്ടുസൂചി പോലും എനിക്ക് പിന്നെ ഉപയോഗിക്കാൻ ഇഷ്ടം വരത്തില്ല. എനിക്ക് അവരോടുള്ള വെറുപ്പായിരിക്കും. ആ സാധനത്തിൽ പോലും ആ ഒരു മുട്ടുസൂചി പോലും എനിക്ക് അവരോടുള്ള വെറുപ്പ് കാണും. അതുകൊണ്ടുണ്ട് ചിലപ്പോൾ ഞാനത് ദൂരെ കളയും, ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് തന്നെ തിരിച്ച് കൊടുത്തിരിക്കും, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിപ്പോഴേ കാലമായിട്ട് കൊടുക്കുക. ഇത്രയും ദുരനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ആ ആൽബം എടുക്കാൻ പോയെടുത്ത് സംഭവിച്ചിട്ട് അവർ കൊടുത്ത സാധനം ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ ഇവർ എത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി അതൊന്ന് ഓർത്ത് വയ്ക്കി. ഒരു കാത്തളയാണ് കാലിൽ കിടക്കുന്നത്. അത് ഇവർ പറയുന്നുണ്ട്. ആ കാത്തള പ്രൊഡ്യൂസറുടെ ഡയറക്ടറുടെ ഭാര്യ കൊടുത്താന്ന് പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട്, വേറെ ഒരു വീഡിയോ പറയുന്നുണ്ട്. പിന്നെ ഇവർ ചെരുപ്പിൻ്റെ മഹത്വമൊക്കെയാണ് പറയുന്നത്. കാല് ഫിൽറ്റർ ഇല്ലാതെ കാല് കണ്ടപ്പോൾ കാലിൻ്റെ ഒളിച്ച് രൂപ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വലിയ ഫിൽറ്റർ ഇല്ല കാല് കാണിക്കുമ്പോഴത്തേക്ക്, ഫിൽറ്റർ ഇല്ലാതെ വന്നിരിക്കുന്നത്. കുശുമ്പാണ് ഇവരോട്. നമുക്ക് വേറൊരു വീഡിയോ കാണാവേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുശുമ്പൊട്ടും ഇല്ലാത്ത ഒരാളുടെ മുഖം കാണാവേ. ഞാൻ പറഞ്ഞില്ല ഒരു സുന്ദരി കുട്ടിയുടെ എന്നാ രസമാണ് എൻ്റെ മുഖം, നല്ല സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഭയങ്കര രസമാണ്, നല്ല കുഞ്ഞി ഒരു മുഖം, എന്തോ ഒരു ഓമനത്ത് പറയും. ഈ പൊട്ടനെയൊക്കെ ഇവളെയൊക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആ പെകുച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ മതി. എന്നാ രസം മതി കാണാനായിട്ട്. കണ്ടോ എന്നാ രസം നോക്കി, അതിൻ്റെ ഒരു നോട്ടമൊക്കെ കണ്ടോ, എന്നാ ഭംഗിയൊക്കെ ചിരിയണ്ട. അത് അതിൻ്റെ കൊച്ചിനെ എങ്ങോട്ട് നോക്കാൻ തോന്നും അവിടെ, അതിനെ അന്വേഷിക്കുന്നതായിട്ടാണ്. അതിന് രേണുവിൻ്റെ മുഖം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഒരുമാതിരി വെളുത്ത്. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നി, അതോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഫീൽ ചെയ്തോ ഇല്ലെന്നൊന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി വലുതൊക്കെ സ്ക്രീനിൽ ഇത് കാണിക്കാം, മുഖം കാണിക്കാം. രേണുവിൻ്റെ ആ മുഖം ഇരിക്കുന്നതാണ്. രേണുവിൻ്റെ മുഖത്ത് സകല എന്നതൊക്കെയോ ഒരു ചമ്മലോ അതോ എന്തൊക്കെയോ ഒരു അപകർഷബോധം വരെയുണ്ട് രേണുവിൻ്റെ മുഖത്ത്. ആ ഒരു ഇതിലാണ് രേണു നിൽക്കുന്നത്. അത് അടുത്ത് നിന്നിട്ട് അതിനെ ഒന്ന് നോക്കാൻ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിരിക്കാനോ രേണു. ഈ ക്യാമറ കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പ് 32 പല്ലില്ല, 10-11 പല്ലേ ഉള്ളൂ. ആ 10-11 പല്ല് കാണിച്ചുകൊണ്ട് ചിരിക്കാനായിട്ട് ഒരു മടിയില്ല. ആ 10-11 പല്ല് ഇങ്ങനെ നിരത്തി പിടിച്ച് ആ പല്ലില്ലാത്ത മോണ വരെ കാണുന്ന രീതി ചിരിക്കാനറിയാം. ആ പെങ്കൊച്ചിനെ നോക്കി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ച് കാണിക്കുന്നില്ല. ആ മനസ്സോർന്നുള്ള ചിരിയല്ലേ നമുക്ക് കണ്ടറിയാം. രേണുവിൻ്റെ മനസ്സിലെ ആ ഭാവങ്ങൾ മൊത്തം ആ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്. ഈ ഒരു വീഡിയോക്ക് എത്തണമെങ്കിൽ രേണു അതിനെ നോക്കുന്ന പോലും ഇല്ല പെങ്കൊച്ചിനെ. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏറുകണ്ണിട്ട് രേണു നോക്കുന്നുണ്ട്. രേണു ഇടയ്ക്ക് ഏറുകണ്ണിട്ട് നോക്കുന്നത് പക്ഷേ ക്യാമറയിലൂടെ അവന്മാർ നല്ലപോലെ അത് ഒപ്പിയെടുത്തിട്ടുമുണ്ട്. ഇവന്മാർ തന്നെയാണ് ഇവർക്ക് ഈ നെഗറ്റീവ് കൊടുക്കുന്നത്. രേണു ഏറുകണ്ണിട്ട് ശരിക്കും നോക്കുന്നുണ്ട് ആ പെങ്കൊച്ചിനെ, പക്ഷേങ്കിൽ അത് അവന്മാർ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഏറുകണ്ണിട്ട് ആ പെങ്കൊച്ചിൻ്റെ മുഖം എടുത്ത് കാണിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു വീഡിയോ രേണുവിൻ്റെ അക്കൗണ്ടിൽ രേണു ഇട്ടിട്ടില്ല. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് അത്രയേ ഉള്ളൂ. അതിൻ്റെ മുഖം പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാത്ത രീതിയിൽ അങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം, നല്ല കുശുമ്പ് ആ മുഖത്തുണ്ട് ആ പെങ്കൊച്ചിനെ കണ്ടിട്ട്. കുശുമ്പ് വാരി വിതറി ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. ഇനി നമുക്ക് പ്രിയങ്ക പറയുന്നൊന്ന് കേൾക്കാവേ. എന്നാലും പ്രിയങ്ക പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ, അതിന്റെ ആവശ്യമില്ല. നല്ല അധ്വാനിച്ച് ജീവിച്ചൂടെ? ഞാനതാ പറയുള്ളൂ. എത്ര തൊഴിൽപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഫീൽഡിലുണ്ട് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അത് നോക്കി പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നാണ് എന്റെ നിലപാടാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് എനിക്ക് പൈസയും വേണ്ട. ഇവരിപ്പോൾ പറയുന്നത് ഈ പെയ്ഡ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിൻ്റെ കാര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. രേണു ഇത് തുടങ്ങിയപ്പോഴാണ് ഇത്രയും ഫെയിം ആയിപ്പോയതും ഇത്രയും എല്ലാവരും അറിഞ്ഞ്. ഇപ്പോൾ അതിലേക്ക് അന്നാരാജനൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഇപ്പോൾ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പൈസ ഇത്രയും കിട്ടുന്നപ്പോൾ അന്നാരാജനൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം കണ്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ അതുപോലെ മിക്കവാറും ആ ഒരു അക്കൗണ്ട് പൂട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഇൻസ്റ്റ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഈ ടിക്ടോക്കൊക്കെ ബാൻ ചെയ്ത മാതിരി ഇതും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം അതിനകത്ത് മൊത്തം അതൊരു നല്ല കാര്യത്തിനാണ് ഇവർ തുടങ്ങിയേക്കുന്നത്. പക്ഷേങ്കിൽ ഇവരെല്ലാം കൂടെ വന്ന് അതിനകത്ത് തോന്നിവാസങ്ങളാണ് ആക്കി തുടങ്ങിയേക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് അവർ പറയുന്നത്. വേറെ എന്നതെല്ലാം ജോലി ചെയ്യാമെന്ന്. രേണു എപ്പോഴും റിയാക്ഷൻ മീഡിയക്കാരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. റിയാക്ഷൻ മീഡിയക്കാർ ആരുടെ അടുത്ത് ഒന്നും പോയി കാണിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും ഒരു വൾഗറായിട്ട് ഒരു ഡ്രസ്സ് വിട്ട് ആരും ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. ആരും ഒരു ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മാന്യമായിട്ട് തന്നെ തുണിയെടുത്ത് മാന്യമായിട്ട് അവർ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പല അഭിപ്രായങ്ങളും ഈ ഓഡിയൻസ് ആയിട്ടുള്ള പലരും എൻ്റെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പറഞ്ഞെന്നുള്ളത് എന്ന് പറയുന്നില്ല. ഇവരൊരിക്കലും രേണുവിനെ സപ്പോർട്ട് ചെയ്തവരാണ്. അവർ അത് തിരുത്തി മാറ്റി പറയുന്ന ഒരു അവസ്ഥയാക്കി കൊടുത്തില്ലേ. അവരെങ്ങനെയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ഈ പറയുന്നത് മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ബിക്കിനി ഇടുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഇവർ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അത് ഇടുന്നവർ അത് ഇട്ടോട്ടെ, അത് ഇട്ട് ചെയ്യേണ്ടത് ഇട്ട് തന്നെ ചെയ്യണം. പക്ഷെ അവരോട് ഇടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വർദ്ധന അതാണ് പറഞ്ഞത്. ആരാ എൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ്. മറ്റുള്ളവരെ സ്ക്രൂ കയറ്റി പലതും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ഒരിക്കലും ആരും ആഗ്രഹിക്കത്തില്ല. അത് ഈ കാണിച്ച് നടക്കുന്നവർ മനസ്സിലാക്കത്തില്ല.
ഇപ്പോൾ രേണു വന്നിറങ്ങുമ്പോഴത്തേക്ക് ഈ ക്യാമറ കൊണ്ട് ഇറങ്ങും, അയ്യോ രേണു സുന്ദരി, രേണു മാറ്റുക, അപ്പോൾ രേണു ഒന്നും കൂടെ അങ്ങ് പൊങ്ങും. അന്ന് അത് എത്രമാത്രം മോശമാണെന്നുള്ളത് ഈ വീഡിയോ എടുക്കുന്ന ഇവന്മാർക്ക് അറിയാം. പക്ഷേ ഇവന്മാർ പുകഴ്ത്തി കൊടുക്കുന്നതിനെ ഇവന്മാർക്കൊരു കണ്ടൻറ്റായി, അത്രയേ ഉള്ളൂ. അത് തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും അത് ഈ അനുമോളൊക്കെ പുറകെ നടപ്പുണ്ട്. നല്ല മറുപടിയാണ് അനുമോളൊക്കെ കൊടുത്തു കൊടുക്കുന്നത്. കാര്യം ഇവനെ കൊണ്ടൊന്നും ജീവിക്കേണ്ട കാര്യം അനുമോൾക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിവുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ആവശ്യമേ ഇല്ല. കഴിവുള്ളവർക്ക് അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ആവശ്യമില്ല. ഇത് അവരിൽ അവർക്ക് വിശ്വാസമില്ല. ഇങ്ങനെയുള്ള ഇതിലൂടെ അവർക്ക് പബ്ലിക്കിലേക്ക് ചെന്നാൽ ഇവരെ 4 പേര് അറിയുള്ളൂ എന്നുള്ള വിചാരം കൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള മുതലിനെയൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ബിക്കിനി ഇടുന്നവരെ ഒരിക്കലും അനുകൂലിക്കില്ല. ബിക്കിനി ഇടുന്നവരെ ചേച്ചി ഗോവയിൽ പോകുന്നുണ്ടെങ്കിൽ ബിക്കിനി ഇടുവോ? എന്റെ കുടുംബത്തിലും എന്റെ മോനും വളർന്നു വരുന്ന മോനും അന്തസ്സോടെ എന്റെ അമ്മയോട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഇതൊക്കെ അമ്മ കിടക്കും. എന്റെ മോൻ വളർന്നു വരും. അപ്പൊ അതെന്റെ അമ്മയല്ലേ അതൊന്ന് ചോദിക്കുമ്പോൾ എന്റെ മോനും മുഖം മാറണം. എന്റെ വീടിന്റെ അന്തസ്സ് തെറ്റാവുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല, നാണം കെടലൊന്നുമല്ല. നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ പിന്നെ അതിനോടണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായാലും എന്റെ വളർന്നു വരുന്ന മോനെ ഇവർ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇവരുടെ വളർന്നു വരുന്ന മകന് അതൊരു നാണക്കേടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞേക്കുന്നത്. മറ്റുള്ളവരിടുന്നതിന് അവർക്ക് വിഷയമില്ല. കാര്യം അവർക്കത് പ്രശ്നമല്ല. കാര്യം അവരുടെ കുടുംബത്തിലെ അവരുടെ കൊച്ചിനെയോ അവരുടെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല, അവർക്ക് വിഷയമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അവരിടുമ്പോഴാണ് അവരുടെ കുടുംബത്തെ അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം മറ്റുള്ളവരിടുന്നതിന് അവർക്ക് കുഴപ്പമില്ല, അവരിടുകയില്ല. അവരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ കിച്ചുവിൻ്റെ അമ്മൂമ്മയായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് കുറച്ച് എവിടെയൊക്കെയോ ഒരു ടച്ചുള്ള പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കും തോന്നുന്നു, ചിലപ്പോൾ സ്വാഭാവികമാകാം കേട്ടോ. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊന്നും ആയിരിക്കണമെന്നില്ല അവർ പറയുന്നത്. എന്നാ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്നെക്കുറിച്ച് 2 വാക്ക് പറ. ആണോ? ഇയാള് എൻ്റെ സുതിക്കുട്ടൻ്റെ പെണ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ ചുമക്കുന്നു. വേറെ 2 വാക്കുകൂടെ പറയാം. വേറെ 2 നീ എൻ്റെ പൊന്നാര മോനാ. ആണോ? ഞാനാണ് നിന്നെ ഇത്ര ആക്കി. അതെ ഗായ്സ്. പള്ളിക്കള്ളനായിരുന്നു. ഉമ്മാരോ? ജയ്ജിത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നറിയോ? എന്നാ ആ, എന്നിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇന്ന് രാത്രി നമ്മള് കേക്ക് മുറിക്കാൻ പോകുന്നു. ആന്നാ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു രജിത്ത്. ഇതിനകത്ത് ഇവർ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ സുധിയുടെ പൊന്നുമോന് എന്ന് പറയുന്നുണ്ട്. നീയാണ് എൻ്റെ സുധിയുടെ പൊന്നുമോൻ എന്ന് പറയുന്നുണ്ട്, ആ ഒരു വാക്ക്. രണ്ടാമത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ഞാനാണ് പൊന്നുമോൻ. അത് രേണുവിനെ ആക്കി പറഞ്ഞാണോ തിരിക്കുന്നുണ്ട് കാര്യം. അവർ ചിരിക്കുന്നുണ്ട്. കാര്യം രേണു എല്ലായിടത്തും രേണുവാണ് ഈ കൊച്ചിനെ വളർത്തി അങ്ങ് ആകാശം മുട്ട അങ്ങ് ആക്കി എന്നാണ് പറയുന്നത്. കൊച്ചി എന്തോ ആകാശത്ത് അങ്ങ് പറന്ന് പോയെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി വളർത്തി ഭയങ്കര ഉയരങ്ങളിൽ എത്തിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ കഷ്ടപ്പെട്ടാണ് കാര്യം പുള്ളിക്കാരി കൊച്ചിനെ ഇത്രയും നിലയിലാക്കിയത്. അത് കഴിഞ്ഞ് വേറൊരു വാക്ക് കൂടെ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ ഇത്രയാക്കിയത്, പള്ളിക്കള്ളനായിരുന്നു എന്ന്. ആ ഒരു ഡയലോഗ് അതായത് കിച്ചു. പക്ഷേ കിച്ചു ഇത്രയും ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇത്രയും ചിരിച്ച് ഇത്രയും ഒന്ന് ഹാപ്പി ആയിട്ട് കൂട്ടുകാരുടെ കൂടി ഇരിക്കും കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് ഭയങ്കരമായിട്ട് നല്ലപോലെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കിച്ചു അവിടെ എത്രമാത്രം സന്തോഷമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ അറിയാം. പുള്ളിക്കാരി രേണു ഇപ്പോഴും കിച്ചുവിൻ്റെ കഥകളും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കിച്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു അതേ ഉള്ളൂ പറഞ്ഞത് തന്നെയും. പിന്നെ ഇപ്പോൾ ബിരിയാണിയായി, റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിച്ചെന്ന് പറയും. ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നതാ, സുചേട്ടനെ ബോഡി എടുക്കാൻ പോയപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിച്ചെന്ന് കിച്ചു പറഞ്ഞത്. കിച്ചു അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങൾ പറയുക, അതിൽ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കുക. രേണുവിൻ്റെ പരിപാടി പുതിയ കണ്ടന്റ്. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ മീഡിയക്കാർ മാറി നിൽക്കും ഇവരുടെ ഈ കണ്ടന്റ് ഉണ്ടാക്കൽ കണ്ടാൽ. ഈ രേണുവിൻ്റെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ കിച്ചുവിൻ്റെ പേരിൽ ഷബീന ബീബിയുടെ പേരിൽ ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഇന്നൊരു വീഡിയോ കാണാനിടയായി കേട്ടോ. രാഹുൽ എന്ന് പറഞ്ഞിടെ ഇൻസ്റ്റയിൽ അതൊരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം രേണുസുധിയുടെ ഈ പെയ്ഡ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തതിനകത്ത് ഒരു ഞാൻ ലവ് യു ടാറ്റ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞൊരു റോസ് കളർ ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ കഴുത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നില്ലേ, ആ ഒരു വീഡിയോ ആണ് പുള്ളി എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പുള്ളി അതിനും ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് പറയാം, നിങ്ങൾ ചത്ത അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സുധിച്ചായിട്ട് അവിടെ ഒലക്കയും കൊണ്ട് നിൽക്കും. ശരിയല്ലേ? ആ മനുഷ്യൻ മരിച്ചു പോയിട്ട് സത്യം പറഞ്ഞ ഈ ഒരു ലോകത്ത് ഒരു മനുഷ്യനും മരണശേഷം ഇതുപോലെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുകയല്ല. ഇത്രയും ഒരു മനുഷ്യനും ലോകത്ത് ഇതുപോലെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മരണശേഷം. കാര്യം എത്ര തെറ്റ് കാണിച്ച ഒരു മനുഷ്യനാണേലും നമ്മൾ അടക്കിന് ചെല്ലുമ്പോൾ ഭൂലോക തരികട ആയിക്കോട്ടെ, എന്നാലും അവിടെ വരുന്നവർ പറയും പാവം പിടിച്ചവനായിരുന്നു, ചില ബഹളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനൊരു നല്ലവനായിരുന്നു എന്നേ നമ്മൾ മലയാളികൾ പൊതുവെ അങ്ങനെ പറയുള്ളൂ. അവൻ പ്രശ്നക്കാരനെന്ന് അറിയാം, എന്നാലും പറയും ഓ എന്നാൽ അവനൊരു പാവമായിരുന്നു എന്ന് പറയും. പക്ഷെങ്കിൽ ഈ സുധി എന്ന് പറഞ്ഞ മനുഷ്യനെ
റിയാക്ഷൻ മീഡിയക്കാർ പറയുന്നു, രേണു പറയുന്നു, രേണുവിൻ്റെ വീട്ടുകാർ പറയുന്നു, എല്ലാവരും എടുത്തിട്ട് വലിച്ചു വാരി ഇറക്കുക. സത്യം പറഞ്ഞാൽ സുധീരെ വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. ആ അമ്മയും കിച്ചുനെയും ഈ സുധീരെ ചേട്ടനെയൊക്കെ സമ്മതിക്കണം. ഒരു കൂടപ്പിറപ്പ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരു മകൻ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോയി. ഈ 3 വ്യക്തികളും ഇതുപോലെ കിച്ചുവിന് ശരിക്കും സങ്കടമുണ്ട് ഈ സുധി എടുത്തിട്ട് ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ. അതിനാണ് കഴിഞ്ഞ ദിവസം വന്ന് കിച്ചു അതിനൊരു നോർമൽ ഇത് കൊടുത്തത്. പിന്നെ രേണു പറഞ്ഞത് മദ്യം, അതായത് ഞാൻ ഇടയ്ക്ക് പറയാൻ തുടങ്ങി, കടം മേടിച്ച് മദ്യം കുടിക്കരുതെന്നാണ്. കടങ്ങളെല്ലാം കൊടുത്ത് വീഡിയോ ഇല്ലല്ലോ. അതുകൊണ്ട് മോൾ ആ ഡയലോഗ് അടിക്കാതെ, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് അടിക്കാതെ ഇതിനൊക്കെതിരെ പ്രതികരിച്ച ആൾക്കാർ വരും. മേടിച്ച് കൂട്ടി കള്ളു കുടിച്ച പൈസയൊക്കെ സുധിയെ പറ്റി സുധിയെ വീണ്ടും വലിച്ചു കയറി ഒട്ടിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം മരിച്ചു പോയി, ഇനി വെറുതെ വിടുക. അദ്ദേഹം ആ ആത്മാവെങ്കിലും ഒരു മോശം കിട്ടും. ഷെബീന ബീബി ഇപ്പോൾ പറയുന്നുണ്ട് സുധിയുടെ നാട്ടിൽ സുധിയുടെ വീട്ടിൽ തന്നെ അവരുടെ ഹിന്ദു ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്യാനായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ അവർ പറയുന്നു ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും ഇതൊക്കെ ചെയ്യും. ഇവരിങ്ങനെ ഓരോരോ പതിനത്ത് പറയും. ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ ബാക്കിയായിട്ട് ഇവർ വരും, രേണു വരും. എടുത്തോട്ട് പോക്കോ അവിടെ കിടപ്പുണ്ട്. ഒരിക്കൽ പറഞ്ഞത് ഇവർ ആരുടെ കൂട്ടുകാർ പറഞ്ഞു സുധിക്ക് ഇങ്ങനെ അവരുടെ രീതിക്കായിരുന്നു ചടങ്ങുകൾ ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, കൊല്ലത്തടക്കാനായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പൊക്കോളായിരുന്നു. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബോഡി അവിടെ കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് വരുന്ന ഒരു ബഹുമാനം ഇല്ലാതെ ഒരു അവരറിയാതെ അവരുടെ വായിൽ നിന്ന് ചവറ് വർത്താനങ്ങളാണ്. അവർ ഉള്ളിലുള്ള ഒരു അമർഷമാണ് പുറത്തേക്ക് വരുന്നത്. അവർ അല്ലാത്തപ്പം പറഞ്ഞ് മൊത്തം ഒലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. എന്നെ ആണേലും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇനിയും ഉണ്ട്. പറയാൻ നേരത്തെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കണ്ടന്റുകളുണ്ട് ഇവരിട്ട് തരുന്നത്. അതിൽ നിന്ന് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത എന്നതാണേലും അവർ ഈ മദ്യപാനവും അവർ ഈ ആഭാസത്തരവും ഇതൊന്നും അവർ നിർത്തുകയല്ല. ഇവരിതിങ്ങനെ കൊണ്ട് അത് മൂട് താങ്ങാനായിട്ട് കുറേ അവൾമാരും ഉണ്ട് വെളുപ്പിക്കാനായിട്ട്. പക്ഷേ അതിനൊക്കെ വലിയ രസമാണെന്ന് പറയും. വെളുപ്പിക്കാൻ ഇറങ്ങുന്നവർ വെളുപ്പിച്ച് ലാസ്റ്റ് ഉണ്ടല്ലോ ഈ വെളുപ്പിക്കുന്നവർ തന്നെ കറുത്തു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അവസ്ഥ. എന്നാണേലും പുള്ളിയുടെ പുതിയ കണ്ടൻറ്റൊക്കെ നമുക്ക് ഇനി വന്നുകൊണ്ടിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.